ഡിവൈഎഫ്ഐ സ്റ്റേറ്റ് സെക്രട്ടറി VK സനോജ് ഉണ്ട് നമുക്കൊപ്പം. സനോജ്, ഇപ്പോൾ ഇതാ ഈ UDFന്റെ ഒരു തീരുമാനം വന്നിരിക്കുകയാണ്. തുടക്കം മുതലേ അവർ ഈ ഒരു തീരുമാനത്തിലേക്ക് ഊന്നിയുള്ള ഇടപെടലുകൾ തന്നെയായിരുന്നു നടത്തിയിരിക്കുന്നത്. രാഹുലിനെതിരെ ഉയർന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് വരുന്ന കഴമ്പില്ലാത്ത ആരോപണമെന്നാണ് ഇപ്പോൾ UDF കൺവീനർ പറഞ്ഞിരിക്കുന്നത്. എന്താണ് താങ്കളുടെ ഒരു പ്രതികരണം അതിൽ? ഇത് കേരളത്തിലെ ജനങ്ങളോടും പ്രത്യേകിച്ച് സ്ത്രീകളോടുമുള്ള കടുത്ത വെല്ലുവിളിയായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. കാരണം ഇരകളാക്കപ്പെട്ട ധാരാളം പെൺകുട്ടികൾ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് അവർ മുഖം കാണിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരോടും അവരുടെ ശബ്ദ സന്ദേശങ്ങൾ വഴിയും നേരിട്ടുമെല്ലാം ആ കാര്യങ്ങളെല്ലാം കൃത്യമായി സമൂഹത്തിന് മുന്നിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അത് സംബന്ധിച്ച് എഴുതി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കപ്പെട്ട പരാതിയില്ല എന്ന ഒരു കാര്യത്തെ, സാങ്കേതികമായ കാര്യത്തെ മുൻനിർത്തിയിട്ട് ഇത്തരം സംരക്ഷണ കവചം ഒരുക്കുന്നത് ഒരു കാരണവശാലും അന്തസ്സുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു മുന്നണിക്കും ചേർന്നതേയല്ല. ഞങ്ങൾ അതിനെ ഈ കാര്യത്തിൽ പറഞ്ഞിരുന്നു. UDFും കോൺഗ്രസും എല്ലാം ഇത്തരം ആളുകളെ സംരക്ഷിക്കും. കാരണം രാഹുൽ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ രാഹുൽ പല വിവരങ്ങളും പുറത്തു പറഞ്ഞാൽ UDF എന്ന് പറയുന്ന സംവിധാനം തന്നെ പിരിച്ചുവിടേണ്ടി വരും. കോൺഗ്രസിന്റെ പല തലമുതിർന്ന നേതാക്കൾക്കും വഴിയിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥ വരും. അതുകൊണ്ട് രാഹുലിന്റെയും ഷാഫിയുടെയും ഭീഷണിക്ക് മുന്നിൽ കോൺഗ്രസ് നേരത്തെ തന്നെ വഴിപ്പെട്ടു. ഇപ്പൊ UDFന്റെ നേതൃത്വം ആകെ വഴിപ്പെട്ടു എന്നാണ് ഇന്നത്തെ പ്രസ്താവനയിൽ കൂടി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ട് ഇവരെല്ലാം സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് UDF സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് സ്വീകരിച്ചത് അത്യന്തം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. ഇത് ജനങ്ങളുടെ സമയം പരീക്ഷിക്കുന്ന ഒരു പരിപാടി കൂടിയാണ്. കാരണം അത്രയേറെ തെളിവുകൾ ഇന്ന് സമൂഹത്തിന് മുമ്പിൽ വന്നു കഴിഞ്ഞു. ഏതെങ്കിലും ഒരു ആരോപണമല്ലല്ലോ, കൃത്യമായ തെളിവിനെ അടിസ്ഥാനപ്പെടുത്തി കൃത്യമായ വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇത്രയും ദിവസമായിട്ട് ആരോപിക്കപ്പെട്ട ഈ ശബ്ദ സന്ദേശങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തെറ്റാണ്, കെട്ടിച്ചമച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വരി പ്രസ്താവന പോലും ഇറക്കാനുള്ള ശേഷി അവർക്കുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മാനനഷ്ട കേസ്, അതുമായി ബന്ധപ്പെട്ട പരാതികൾ ആരും കൊടുത്തിട്ടില്ല. അപ്പോ ചില പെൺകുട്ടികൾ മുന്നോട്ട് വെച്ച പരാതികൾ പലതരത്തിലും സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഷാഫി പറമ്പൽ രംഗത്തിറങ്ങി എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത്, അറിയാൻ വേണ്ടി കഴിഞ്ഞ വാർത്തകൾ. പലതരത്തിലും ആളുകളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എല്ലാവരെയും സ്വാധീനിച്ചിട്ട് ഇതൊന്നും ഇല്ലാതാക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് ഉയർന്നു വന്ന പരാതി അടിസ്ഥാനപ്പെടുത്തിയിട്ട് കേസെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ അന്വേഷണം എല്ലാം അതിന്റെ വഴിക്ക് പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. UDF അല്ല, കോൺഗ്രസ് അല്ല, ആര് തന്നെ വിചാരിച്ചാലും ഇത്തരം പെർവെർട്ടുകളെ സംരക്ഷിക്കുന്ന നിലപാട് കേരളീയ സമൂഹം അംഗീകരിക്കില്ല. സനോജ്, A ഗ്രൂപ്പ് യോഗം നടത്തിയിരുന്നു ഷാഫി പറമ്പിൽ. അത് അദ്ദേഹം നിഷേധിക്കുന്ന കാര്യവും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം പിന്നിൽ ഷാഫിയുടെ നീക്കങ്ങളാണെന്ന് വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഷാഫിയും VD സതീശനും അടങ്ങുന്ന കോൺഗ്രസിലെ ഒരു പുതിയ ടീമാണ് ഇപ്പോ കോൺഗ്രസിലെ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഇതിനോട് കടുത്ത വിയോജിപ്പ് കോൺഗ്രസിലെ മറ്റ് നേതാക്കൾക്കുണ്ടെങ്കിലും അതിനെല്ലാം മറികടക്കാൻ ഇവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അത് പലതരത്തിലുള്ള ഭീഷണിക്കും സമ്മർദ്ദത്തിനും മറ്റ് നേതാക്കളെല്ലാം വഴിപ്പെടുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കടുത്ത ഭീഷണിയും സമ്മർദ്ദവും കോൺഗ്രസ് പാർട്ടിക്കകത്തും UDFനകത്തും ഇവർക്ക് മുന്നോട്ട് വെക്കാൻ വേണ്ടി കഴിയുന്നു. അതുകൊണ്ട് ഇവര് നയിക്കുന്ന വഴിയിൽ കൂടി അല്ലാതെ മറ്റ് ഗത്യന്തരമില്ലാതെ ആ വഴിയിൽ കൂടി മറ്റ് കോൺഗ്രസ് ആളുകളും പോകുന്നു എന്നാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആരോപണം നേരിട്ട ഒരാളെ ഈ നിലയിൽ സംരക്ഷിക്കുമ്പോൾ അതിനകത്തുനിന്ന് ആരെങ്കിലും ഒരാൾ പറയേണ്ടത് തെറ്റാണ് എന്ന്. ഉമാ തോമസ് പരസ്യമായ അഭിപ്രായം പറഞ്ഞു, ഷാനിമോൾ ഉസ്മാൻ പരസ്യമായ അഭിപ്രായം പറഞ്ഞു, KC വേണുഗോപാലിന്റെ ഭാര്യ പരസ്യമായ പോസ്റ്റ് ഇട്ടു, യൂത്ത് കോൺഗ്രസിലെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ ശക്തമായ പ്രതികരണം ഉണ്ടായി, യൂത്ത് കോൺഗ്രസിലെ പെൺകുട്ടികൾ ഉൾപ്പെടെ ശക്തമായ നിലപാട് അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് ഇത്രയും മോശമായ നിലയിൽ ഈ കാര്യങ്ങൾ പോയപ്പോ അതിനോടെല്ലാം ശക്തമായി പ്രതികരിക്കാൻ ആ പാർട്ടിക്കകത്ത് കുറച്ചാളുകൾ ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷെ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട്, അതിനെയെല്ലാം കവർ ചെയ്തുകൊണ്ട് ഈ ഷാഫിയുടെയും അതുപോലെ തന്നെ ഈ മാങ്കൂട്ടത്തിന്റെയും VD സതീശന്റെയും ടീം ആധിപത്യം നേടിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രഖ്യാപനം ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്. നേതാവ് തന്നെ പറയുകയാണല്ലോ ഷാഫിക്ക് സംരക്ഷണം ഒരുക്കുമെന്ന്. എന്തിനാ സംരക്ഷണം ഒരുക്കുന്നത്? ഗർഭയത്നം കലക്കി ഗർഭയത്നം നടത്തിയതിന്റെ ഭാഗമായിട്ടുള്ള പരാതി തീർപ്പാക്കാനാണോ? ഏത് കാര്യത്തിലാണ് സംരക്ഷണം ഒരുക്കുന്നത്? ഇനിയിപ്പോ ഈ UDF നേതാക്കൾ പറയട്ടെ, ഈ പെൺകുട്ടികൾ പറഞ്ഞല്ലോ എന്നെ ഗർഭയത്നം നടത്താൻ പ്രേരിപ്പിച്ചു, ഗർഭയത്നം നടത്തിയിട്ടില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ഭീഷണി സന്ദേശം പരസ്യമായി നമ്മൾ കേട്ടല്ലോ. അത് തെറ്റാണ്, അത് കെട്ടിച്ചമച്ചതാണ്, അതൊരു വ്യാജ ഓഡിയോ ആണ് എന്ന് ആർക്കും പറയാൻ വേണ്ടി കഴിയോ? വ്യാജ ഓഡിയോ അല്ലല്ലോ. വ്യാജ ഓഡിയോ ആണെങ്കിൽ അത് സംബന്ധിച്ച കേസുകൾ കൈകാര്യം ചെയ്യണ്ടേ? അപ്പൊ വ്യാജ ഓഡിയോ അല്ല. ശരി, വളരെ വളരെ നന്ദി VK സനോജ്, അവസരത്തിൽ പ്രതികരിച്ചതിനിപ്പോൾ